കർട്ടൻ ഇങ്ങനെ സുതാര്യമായി വരണമെങ്കിൽ, അല്ലെങ്കിൽ അതൊരു കർട്ടൻ്റെ കട്ടി ഇങ്ങനെ കുറഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇങ്ങനെ ആവർത്തിച്ചുള്ള വർത്തമാനങ്ങൾ, നിരന്തരമായ വായനകൾ, ചിന്തകൾ, അതൊക്കെ ഒരു വിശ്വാസിയിൽ നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു കഥ പറയാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ കല്ല് ഉടയ്ക്കുന്ന ആളുകളുണ്ടാവില്ലേ, പാറ ഉടയ്ക്കുന്ന ആളുകളുണ്ടാവില്ലേ. അപ്പോൾ ഒരാൾ പാറ ഉടയ്ക്കുന്നത് വേറൊരാൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇയാളിങ്ങനെ ഇയാളിങ്ങനെ അടിക്കുന്നുണ്ട്, വളരെ ശക്തിയിൽ ആഞ്ഞടിക്കുകയാണ്. അപ്പോൾ 1, 2 ഇങ്ങനെ എണ്ണി അവസാനം 13ാമത്തെ അടിയായപ്പോൾ പാറ പൊട്ടി. അപ്പോൾ ഈ നോക്കിയിരുന്ന ആള് പറഞ്ഞെന്തെന്ന്, ഈ അടി നിങ്ങൾക്ക് നേരത്തെ തന്നെ അടിക്കുകയാണെങ്കിൽ ഇപ്പൊ എത്ര ഇടങ്ങറുണ്ടാവില്ലായിരുന്നു. അപ്പൊ പറഞ്ഞത് അങ്ങനെ അടിക്കാൻ പറ്റൂല, 12 അടി അടിച്ചിട്ട് പദം വന്നപ്പോഴാണ് ഈ പാറ എന്ത് ചെയ്യുന്നത്, 13ാമത്തെ അടിക്ക് പൊട്ടുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കേൾക്കലും വായിക്കലും ചിന്തിക്കലും നിരന്തരമായ ഒരു പ്രക്രിയ ആകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള വഴികൾ ഇങ്ങനെ തുറന്നു തരും. അപ്പൊ അതുകൊണ്ട് എപ്പോൾ കേൾക്കുമ്പോഴും അതിനെ നമ്മൾ ആദ്യം കേൾക്കുന്നത് പോലെ ഒന്നുകൂടി വിലയിരുത്താനും ആ പറഞ്ഞതിനെ ആലോചിക്കാനും ഉള്ളൊരു മനസ്സ് നേടിയെടുക്കണം എന്ന് ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു വെച്ചതാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഷഅബാനിലാണുള്ളത്. റമദാൻ വരുന്നു എന്ന് വിചാരിച്ച് റമദാൻ 1-നല്ലല്ലോ നമ്മൾ വീട് വൃത്തിയാക്കുക, അല്ല, അതിനെ മുന്നേ എന്ത് ചെയ്യണം, അതൊക്കെ ക്ലീൻ ആക്കി വെക്കണം. അതേപോലെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും റമദാൻ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യാണ്, നമ്മളെ മനസ്സ്, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കി വെക്കും. അപ്പൊ അങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിനെ നന്നായി ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് ഹദീസുകളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ അതിൽ ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ, നബി ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസം, കംപ്ലീറ്റ് എല്ലാ ദിവസവും നോമ്പെടുത്ത മാസം ഏതാണ്? റമദാനാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിട്ടുള്ള മാസം ഈ ഷഅബാൻ മാസമാണ്. അപ്പോൾ ഷഅബാൻ മാസത്തെ കുറിച്ച് അതിൽ നബി നോമ്പെടുക്കുന്നതിനെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നബി നോമ്പെടുക്കുന്നത് കണ്ടാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങളിങ്ങനെ ഹത്താ നഖൂലു ലാ യുഫ്തിറു, എന്താണ് നബി നോമ്പ് മുറിക്കാത്തത് എന്ന് പറയുമാറ് നബി കണ്ടിന്യൂസ് ആയിട്ട് നോമ്പെടുക്കും. എന്നാൽ ഒരു ദിവസമല്ല, അടുത്തടുത്ത ദിവസങ്ങളിൽ ആവർത്തിച്ച് എന്താണ്, നോമ്പാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പറയുന്നപ്പോൾ ഒരു ദിവസം പോലും നബി നോമ്പ് മുറിക്കണില്ലല്ലോ എന്ന് പറയുന്ന അത്രയും ദിവസങ്ങൾ നബി നോമ്പിലായിരിക്കും. ചിലപ്പോ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഹത്താ നഖൂലു ലാ യസൂമു എന്ന് പറയുന്ന വരെ, അതായത് എന്തപ്പോ നബി നോമ്പ് എടുക്കണില്ലേ എന്ന് പറയാൻ മാത്രം ദിവസങ്ങളിൽ നബി നോമ്പ് എടുക്കാറും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, നബി ഒരു കാര്യം ചെയ്യുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നും നോമ്പെടുത്താൽ ആളുകൾ എന്ത് മനസ്സിലാക്കും, എന്നും ഷഅബാനിൽ നോമ്പെടുക്കണം എന്ന് മനസ്സിലാക്കി പോകും. അപ്പൊ അതിന് മാത്രം ഈമാൻ വളരാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നബി കുറേ ദിവസം നോമ്പെടുക്കുന്നുണ്ടാവും, നോമ്പെടുക്കാത്ത ദിവസങ്ങളും ഉണ്ടാകും. എന്നിട്ട് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വമാ റഅയ്തഹു ഫീ ഷഹരി അക്സർ മിൻഹു സിയാമൻ, ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിട്ട് ഞങ്ങൾ നബിയെ കണ്ടത് ഏത് മാസത്തിലാണ്? ഷഅബാൻ മാസത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷഅബാൻ അങ്ങനെ ഒരുങ്ങാനുള്ളൊരു മാസമാണ്. അപ്പോൾ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെയാണല്ലോ ഇപ്പോൾ ഇവിടെ വിലയിരുത്തുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോമ്പ് പിന്നെ ഒഴിവായി പോയ ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അത് നോറ്റ് വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹ്, ഇപ്പോൾ ഷഅബാൻ 15 കഴിഞ്ഞ് ഇനി അങ്ങനെ നോക്കണ ശരിയല്ല എന്നൊന്നും വിചാരിക്കരുത്. എത്രയും പെട്ടെന്ന് നോമ്പ് പരമാവധി എന്ത് ചെയ്യണം, നമ്മൾ നോറ്റ് വീട്ടാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുട്ടികളും അങ്ങനെ നോമ്പ് വിട്ടതൊക്കെ ഉണ്ടായിരിക്കും. അവർ ചിലപ്പോൾ അത്താഴം കഴിക്കാതെ മക്കൾക്ക് നോമ്പ് എടുക്കാനൊക്കെ മടി ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവരൊരു അത്താഴത്തിനൊക്കെ വിളിച്ച് അവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നമ്മുടെ കുട്ടികൾ എത്ര നോമ്പാണോ വിട്ടിട്ടുള്ളത് അതൊക്കെ വളരെ പെട്ടെന്ന് നോറ്റ് വീട്ടി
റമദാനിലേക്ക് വേണ്ടി അവരും നമ്മളൊക്കെ തയ്യാറായി നിൽക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. നോമ്പ് അങ്ങനെ പോയവരുണ്ടെങ്കിൽ, അഥവാ ഇനി നോമ്പ് എന്തായിരുന്നാലും ഈ ഷഅബാനിൽ അത് നോറ്റുവിട്ടാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നവര് എത്രയും പെട്ടെന്ന് കഴിഞ്ഞ റമദാനിന്റെ മുദ്ദൊക്കെ കൊടുത്ത് റാഹത്തായിരിക്കണം. വീടൊക്കെ വൃത്തിയാക്കി ക്ലിയർ ആക്കിയിട്ട് ഇതിന്റെ എല്ലാ നനച്ചുള്ളിപ്പണി കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഒരു ദീർഘശ്വാസം വിടും അല്ലേ നമ്മള്. അവന്റെ ഒക്കെ കഴിഞ്ഞു, പിന്നെ അടുത്ത അയൽവാസിനോട് അന്റെ കഴിഞ്ഞില്ലേ ചോദിക്കും അല്ലേ. അതേപോലെ അവിടെ മാത്രം റാഹത്തായാൽ പോരാ. അഥവാ നോറ്റ് വിട്ടാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വേഗം അതിന്റെ മുദ്ദൊക്കെ കൊടുത്ത് ആ കാര്യത്തിൽ നിന്ന് പിന്നെ നോമ്പ് പിന്നെ നോറ്റ് വിട്ടാൽ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി വെക്കണം എന്ന് എന്നോടെന്ന പോലെ ഞാൻ നിങ്ങളെയും ഉണർത്തുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. എല്ലാ കാര്യങ്ങളും ഭദ്രമാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റമദാനിലേക്ക് പ്രവേശിക്കാൻ എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ആദ്യം ഞാൻ പറയുന്ന നമ്മളെ ഒരു ഉണർത്തൽ എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഈ എന്തിനാണ് നമ്മളിങ്ങനെ ഇത് സംസാരിക്കുന്നത്, ഇതാണല്ലോ ഇപ്പോൾ മെയിൻ വിഷയം നമ്മളിത്. അപ്പോൾ ഒരു പണ്ഡിതൻ പറയുന്നുണ്ട് റമദാൻ പിന്നെ ഈ ഒരു വർഷം തന്നെ 12 മാസം ഉണ്ടാവും. 12 മാസം എന്ന് പറയുന്നതിനെ നമ്മളൊരു വൃക്ഷമായിട്ട് സങ്കല്പിച്ചോ. അപ്പോൾ ഒരു വൃക്ഷം അസനത്തു മിസ്ല ഷജറ, വർഷം എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ്. അപ്പൊ അതില് റജബ് മാസം ഉണ്ടാവും. റജബ് മാസമാണ് നമ്മൾക്ക് റമദാനിനോട് അടുത്ത് നിൽക്കുന്ന പിന്നെ ഒരു മാസം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ റജബ് എന്ന് പറഞ്ഞാൽ എന്താണ്? റജബ് എന്ന് പറയുന്ന മാസം പിന്നെ ഇലകൾ തളിരിടാനുള്ള മാസമാണ് നാം പറഞ്ഞത്. ഇലകൾ എപ്പോഴാണ് തളിരിടുക? അത് പൂക്കണേ കായ്ക്കണേന്റെ മുന്നേ മാവൊക്കെ എന്ത് ചെയ്യും, നന്നായിട്ട് ഇങ്ങനെ തളിരിട്ട് നല്ല മനോഹരമായിരിക്കും. അപ്പൊ റജബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഷഅബാൻ ആവുമ്പോഴത്തേക്കും ഈ മരത്തിൽ എന്തുണ്ടാകും? നല്ല പൂവോ കായ്കളോ പിന്നെ ഫലങ്ങളോ ഒക്കെ ആയിട്ട് അത് വളരെ മനോഹരമായി പുഷ്പിച്ച് നിൽക്കുകയാണ്. കണ്ടാൽ നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാൻ തോന്നും. പിന്നെ റമദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഷഹറു അത്ഫിഹ, അത് പറിച്ചെടുക്കാനുള്ള മാസമാണ്. അല്ലാതെ നമ്മൾ നിസ്കരിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ ഇടയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്കാർക്ക് നിസ്കാരം കറക്റ്റ് ചെയ്യാനുള്ള മാസമല്ല ഏത്? റമദാൻ. അത് അതിന്റെ മുന്നേ ഇപ്പൊ ഞാൻ നിസ്കാരം കറക്റ്റ് അല്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ തീരുമാനിക്കണം റമദാൻ ആവുമ്പോഴത്തേക്ക് 5 വഖത്ത് നമസ്കരിച്ച് ഞാൻ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറണം റമദാൻ വരുമ്പോഴത്തേക്കും. അല്ലാതെ റമദാൻ അല്ല അത് കറക്റ്റ് ചെയ്യാനുള്ള മാസം. ഖുർആന് തീരെ ഓതാത്ത ഒരാളാണ് ഞാനെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്കേ ഞാൻ ഖുർആൻ ഓതാറുള്ളൂ എങ്കിൽ, എന്നും ഖുർആൻ പാരായണം ചെയ്ത് റമദാനിലേക്ക് പോകുന്നതിന് മുമ്പേ ഖുർആനുമായി ഒരു ആത്മബന്ധം സ്ഥാപിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റമദാനിലേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ എല്ലാ അമലുകളും ആദ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് റമദാൻ എന്ന് പറഞ്ഞാൽ അത് പറിച്ചെടുക്കാനുള്ള മാസമാണ്. വൽ മുഅ്മിനൂന ഖുത്താഫുഹാ, മുഅ്മിനീങ്ങളാണ് അത് പറിച്ചെടുക്കുന്ന ആൾക്കാർ. ഇപ്പൊ കൃഷിക്കാരൊക്കെ കണ്ടിട്ടില്ലേ, ഈ വിളവെടുക്കുന്ന ദിവസം എന്തൊരു സന്തോഷമായിരിക്കും അവരുടെ മുഖത്തല്ലേ. എന്താ കാരണം? അവർ അതുവരെ എടുത്ത പണിയുടെ അവസാനത്തെ റിസൾട്ടാണ് അതിലേക്ക് വരുന്നത്. അപ്പൊ ആ റിസൾട്ടിലേക്ക് എത്തുന്ന ആ സന്തോഷമാണ് നമുക്ക് റമദാനിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ ഇതൊക്കെ കൂടി കറക്റ്റ് ചെയ്യാനും ഇതെല്ലാം കൂടി ചെയ്യാനുമുള്ള ഒരു മാസമായിട്ട് നമ്മൾ റമദാനിനെ ഒരിക്കലും കാണാൻ പാടില്ല എന്നത് നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഇനി നമ്മൾ റമദാനിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പുതിയ നിസ്കാരക്കുപ്പായം വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിസ്കാരപ്പാടൊക്കെ കഴുകി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ എന്താ ആരാധനയ്ക്ക് ഒരുങ്ങുകയാണ്. ഈ ആരാധനകളൊക്കെ നമുക്ക് നല്ല കർമ്മങ്ങളായി നാളെ പരലോകത്ത് കിട്ടണം എന്നതല്ലേ നമ്മൾ ആഗ്രഹം. അത് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഈ വോളിബോൾ കോർട്ട് കണ്ടിട്ടില്ലേ? വോളിബോൾ കളിക്കുന്ന സ്ഥലം അല്ലേ? അവിടെ ഇങ്ങനെ ഒരു കൊട്ടുണ്ടാവും. അതിലേക്കാണ് ആ കളിക്കുന്ന ആളുകൾ പന്ത് കൊണ്ടുപോയി ഇടേണ്ടത്. അപ്പോഴാണ് ആ കളിയിൽ ജയിക്കുക. പന്ത് എറിയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എറിയുമ്പോഴും ഒക്കെ അയാളുടെ മനസ്സിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. ഞാൻ എറിഞ്ഞ പന്ത് അതിനകത്തേക്ക് തന്നെ പോകുന്നു, അതുകൊണ്ടാണല്ലോ അയാൾ എറിയുന്നത്. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോഴാണ് അതിന്റെ തൊട്ടപ്പുറത്തെ ആ സൈഡിൽ തട്ടിയിട്ട് പന്ത് എന്തായി, അതിന് പുറത്തേക്ക് പോയി. വീണ്ടും എറിഞ്ഞു നോക്കി, അപ്പൊ അതിന്റെ ഇപ്പുറത്തെ സൈഡിലേക്കാ പോയത്. ഇങ്ങനെ ഒരാള്
പന്തെറിയുന്നതിനെയും പന്ത് ലക്ഷ്യസ്ഥാനത്തെത്താതെ പോകുന്ന ഒരു കളിക്കാരനെ നിങ്ങളുടെ മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്ക്. എന്നിട്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ വിശ്വാസികളുടെ ആരാധനാ കർമ്മങ്ങൾ, നമ്മൾ ചെയ്ത അമലുകൾ ഇതുപോലെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്താതെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി നഷ്ടപ്പെട്ടു പോകുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന വിഷയം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ നിസ്കരിക്കുന്നതാണ്, ദിക്ർ ചൊല്ലാണ്, ഖുർആൻ ഓതുകയാണ്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എറിഞ്ഞു കഴിഞ്ഞ് പിന്നെ നാളെ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇതൊന്നും എന്തായിട്ടുണ്ടായിരുന്നില്ല, സൽക്കർമ്മങ്ങളായി സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതിനെന്താ തടസ്സം വന്നത്? ആ തടസ്സങ്ങൾ കൂടി നീക്കിയിട്ടാവണം നമ്മൾ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. റമദാൻ തടസ്സങ്ങൾ നീക്കാനുള്ള സമയമില്ല. അവിടെ നമുക്ക് ഇതിങ്ങനെ പന്ത് അതിലേക്ക് ഇടാനുള്ള സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ തടസ്സങ്ങൾ എന്താണ് എന്നത് നമ്മൾ ആലോചിക്കണം, അത് കണ്ടെത്തണം, അത് പരിഹരിച്ചുകൊണ്ട് വേണം നമ്മൾ പരിശുദ്ധ റമദാനിലേക്ക് കാലെടുത്ത് വെക്കാൻ. അപ്പൊ എന്താ തടസ്സം? അപ്പൊ അതിൽ വരുന്ന തടസ്സങ്ങൾ പലപ്പോഴും നമ്മൾ വ്യക്തികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. മാതാപിതാക്കളും മക്കളും തമ്മിൽ ചില്ലറ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകും. അയൽവാസികൾക്കിടയിൽ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തണം. കാരണം റമദാനിലെ നോമ്പ് ഫർദ് ഐനാണ്, ഓരോ വ്യക്തിയും നിർവഹിക്കേണ്ടതാണ്. ആരെങ്കിലൊക്കെ നിർവഹിച്ചാലും മയ്യത്ത് നിസ്കാരം പോലെ മുസ്ലിം സമുദായത്തിന്റെ ബാധ്യത നിർവഹിക്കപ്പെടുന്ന ഒന്നല്ല. അപ്പൊ ഓരോരുത്തരും അവനവന്റെ വീട്ടിനകത്ത് ഓരോരുത്തരും സ്വന്തം അമലുകൾ ഇതുപോലെ വോളിബോൾ പന്ത് പോലെ ആയി പോകുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭം കൂടിയാണ് ഇത് ഷഅബാൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്, നമ്മൾ മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ഇടയിൽ വരുന്ന ചില സ്ഖലിതങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് കുടുംബങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. അത് നമ്മൾ മാറ്റി തന്നെ വേണം. കുടുംബത്തെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ ഒട്ടേറെ ഹദീസുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കുടുംബ ബന്ധത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഖുദ്സിയായ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ എന്താ പറയണമെന്ന് ചോദിച്ചാൽ, അല്ലാഹ് പറയാണ്, അനല്ലാഹ്, ഞാൻ ആരാണ്? അല്ലാഹുവാണ്. അല്ലാഹ് പറയാണ് കേട്ടോ, അന റഹ്മാൻ, ഞാൻ പരമകാരുണ്യവാനാണ്. അള്ളാഹുവിന് അള്ളാഹിന്റെ 99 നാമങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഇല്ലേ? അതിൽ അള്ളാഹ് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാമമാണ് അള്ളാഹു റഹ്മാനാണ്, റഹീമാണ് എന്ന് പറയുന്നത്. അള്ളാഹ് തന്നെ ഇഷ്ടമുള്ള നാമമാണത്. അതുകൊണ്ടാണ് നമ്മൾ റഹ്മാൻ റഹീം എന്നൊന്നും നമ്മൾ പേര് വെക്കൂലല്ലോ. നമ്മൾ എന്തെന്നാ പേര് വെക്കുക? അബ്ദുർ റഹ്മാൻ, അബ്ദുർ റഹീം എന്നൊക്കെ നമ്മൾ പേര് വെക്കുക. അങ്ങനെ തന്നെ വിളിക്കണം എന്നുമാണ്. നമ്മൾ മലയാളികൾ ചിലപ്പോൾ റഹ്മാൻ റഹീമേ എന്നൊക്കെ വിളിക്കും, അത് വേറെ വിഷയം. അപ്പൊ അല്ല പറയാം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. അത് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമോ? കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് അത് നമ്മളടുത്ത് തന്നെ ഉണ്ടാവണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ അള്ളാഹു ഇവിടെ പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനല്ലാഹ് വ അന റഹ്മാൻ, അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമമാണ്. എന്നിട്ട് അള്ളാഹു പറയണു റഹ്മ, ഞാനാണ് കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചത്. അപ്പൊ നമുക്ക് കുടുംബം ഉണ്ടാക്കി തന്നത് ആരാണ്? നമ്മൾ പറയും എന്തെന്ന്, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ ഈ കുടുംബം ഇങ്ങനെ ഉണ്ടാക്കിയതെന്ന് അറിയോ എന്നൊക്കെ നമുക്ക് ഡയലോഗുകളൊക്കെ വരും. ഡയലോഗ് പറയുന്ന മോശമെന്നല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ ഭർത്താക്കന്മാർ പറയും. പക്ഷെ നമ്മളെ ഉള്ളിലുണ്ടാകണം, നമുക്ക് അങ്ങനെ ഒരു കുടുംബത്തെ ഉണ്ടാക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കഴിവുകളും തന്നതാരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് ഞാനാണ് ഈ കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചത്. എന്നിട്ട് അള്ളാഹ് പറയാം, അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ നാമത്തെ അള്ളാഹു നമുക്കായിട്ട് പകുത്തു തരികയാണ്. എന്റെ നാമത്തെ പകുത്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിലുള്ള ഈ ഏറ്റവും വലിയ ബന്ധത്തിന് ഞാൻ പേര് വെച്ചിട്ടുള്ളത്, റഹ്മ്, കുടുംബ ബന്ധം. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട റഹ്മാൻ എന്ന പദത്തെ പകുത്തുകൊണ്ട്, ഷക്ക എന്ന് പറഞ്ഞാൽ പകുത്തു, കീറി, മുറിച്ചു, പിളർത്തി എന്നൊക്കെയാണ്. എന്നിട്ട്
നമുക്കിടയിലുള്ള ഈ ബന്ധത്തിന് അള്ളാഹു പേര് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതത്ര വലിയ നിസ്സാരമായൊരു ബന്ധമല്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ അങ്ങനെ നിസ്സാരമായി കണക്കാക്കാൻ പാടില്ല. അതിനെ നിസ്സാരമായി കണക്കാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ആ ബന്ധം മുറിയാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫമൻ വസലത്ഹ, ആരെങ്കിലും ആ ബന്ധത്തെ ചേർത്ത് പിടിച്ചാൽ, ഈ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ചാൽ, വസ്വൽതുഹു, ഞാനും അവനെ ചേർത്ത് പിടിക്കും. നമ്മൾ ഈ അള്ളാഹു ഓരോ പ്രതിഫലം നൽകുന്നതിനെ നമ്മളൊന്ന് വിലയിരുത്തണം. ഈ കുടുംബ ബന്ധം ചേർത്താൽ അള്ളാഹു എന്താ പ്രതിഫലം തരിക? നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാം എന്നല്ല പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ നല്ല ദുനിയാവില് നല്ല ഭൗതികമായ വിഭവങ്ങൾ തരാം എന്നും അല്ല പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരം തരാം, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കുടുംബ ബന്ധം ചേർത്താൽ നേരെ എങ്ങട്ടാ പോണത്? സ്വർഗമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് ചേർക്കാൻ അള്ള ഒരു സംഗതിയെ കൃത്യമാക്കി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ ഒരല്പം പ്രയാസമുണ്ടാകും എന്നുകൂടി വിശ്വാസികളായ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോഴാണ് അതിന്റെ ഗൗരവം. അതിനത്രയും ഗൗരവമുള്ളത് കൊണ്ടാ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹു പറയാണ്, നിങ്ങൾ അതിനെ ചേർത്ത് പിടിച്ചാൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും, ഞാൻ നിങ്ങളെയും ചേർത്ത് പിടിക്കും. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പൊ നമ്മളെല്ലാവരും കുടുംബമായി ജീവിക്കണവരല്ലേ. ചിലരുടെ വർത്താനം കേട്ടാൽ തന്നെ നമുക്ക് എന്താണ്, അന്യ ഓളായിട്ട് ജന്മണ്ടെങ്കിൽ മിണ്ടാതിരിക്കണമെന്നല്ലേ. വർത്താനം പറയുമ്പോഴത്തേക്ക് കുത്തി സംസാരിക്കും, അല്ലെങ്കിൽ വെറുതെ ചൊറിയണ വർത്താനം പറയും. ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതമുള്ളവരുണ്ടാവും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് തെറ്റിക്കാൻ നോക്കണവരുണ്ടാവും. പല രീതിയിലാണ് പല ആളുകൾ സംസാരിക്കുക എന്ന് വിചാരിച്ച് ബന്ധം മുറിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഓരോ ബന്ധങ്ങളെയും അതിൻ്റെതായ രീതിയിൽ സൂക്ഷിച്ച് കൊണ്ട് നടക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം അത് ആ ബന്ധം ഇതിനു വേണ്ടി പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള ബന്ധങ്ങളാണ് എന്ന് അതിന്റെ പവിത്രത, അതിന്റെ ഗാംഭീര്യം, അതിന്റെ സീരിയസ്നെസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ ഓരോ കുടുംബ ബന്ധങ്ങളെ കുറിച്ചും ഉണ്ടാകണം. അല്ലാഹു പറയുന്നു, ഇനി ഒരാൾ ആ ബന്ധം മുറിച്ചാൽ, ചിലർ അങ്ങനെ ഉണ്ടാവുമല്ലോ, പരസ്പരം പ്രശ്നമായാല് പിന്നെ ആദ്യം പറയുന്ന ഞാൻ മരിച്ചാലേ ഒട്ട് കാണിച്ചു കൊടുക്കണ്ടെന്ന് പറയും. അങ്ങനെ മരിച്ചാൽ കുറച്ച് ആൾക്കാർ ഈ വസിയത്ത് നടത്താൻ വേണ്ടിയിട്ട് ജാഗ്രതയിൽ അവിടെ നിൽക്കുന്നുണ്ടാവും, വന്നാൽ കാണിച്ചു കൊടുക്കാതിരിക്കാനേ. ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഉണ്ടാകും. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, അത് ബന്ധം മുറിച്ചാൽ അള്ളാഹു പറയണം, കത്തഴുത്തു, ഞാനും അവനുമായിട്ടുള്ള ബന്ധം മുറിക്കും. അപ്പൊ ഇത് എവിടെ അതിന്റെ കണക്ഷൻ? അള്ളാഹുവിന്റെ നാമവുമായി കണക്ട് ചെയ്ത, അള്ളാഹു അത്രയേറെ ആദരവാക്കിയ, പവിത്രത കൽപ്പിച്ച ഒരു ബന്ധത്തെ അറുത്തു മുറിച്ച് കളയാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അത് നമ്മുടെ സ്വർഗത്തിന് തടസ്സമാണ്. എന്തിനാ നമ്മൾ ആരാധനകൾ നടത്തുന്നത്? സ്വർഗം കിട്ടാനല്ലേ, അല്ലേ? റമദാന നമുക്ക് കിട്ടണമെന്നും റമദാനിൽ ഓതുന്നതും നിസ്കരിക്കുന്നതും ഒക്കെ സ്വർഗം കിട്ടാനല്ലേ. പക്ഷെ അള്ളാഹ് പറയാണ്, ഞാൻ അവരോടുള്ള ബന്ധം മുറിക്കുകയാണ്, പിന്നെ എങ്ങനെയാ സ്വർഗം കിട്ടുക? അപ്പൊ നമ്മൾ ചെയ്യുന്ന ആരാധനകൾക്ക് തടസ്സം നിൽക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെയാണ് പന്തിട്ടത്, പക്ഷെ അത് ആ കോർട്ടിനകത്ത് എത്തിയിട്ടില്ല. അപ്പൊ എത്തുന്ന തടസ്സങ്ങളെ നമ്മൾ നോക്കണം. പ്രശ്നങ്ങളുണ്ടോ എന്ന് വിലയിരുത്തണം. ഞാൻ എൻ്റെ കാര്യങ്ങൾ വിലയിരുത്തണം, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യം വിലയിരുത്തണം. അത് പരിഹരിക്കാൻ എന്തുണ്ട് മാർഗം എന്ന് അന്വേഷിക്കണം. ആ അന്വേഷിച്ചിട്ട് ആ മാർഗം നമ്മളൊന്ന് വിചാരിച്ചാൽ നിൽക്കുന്നിടത്തല്ല എന്ന് കരുതിക്കോ, മധ്യസ്ഥന്മാരെ വെക്കണം. അങ്ങനെ മനുഷ്യ സാധ്യമായതെല്ലാം ആ പ്രശ്നത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയെങ്കിലും ചെയ്യുക എന്നത് ഈ റമദാനിന്റെ മുമ്പ് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചോ, അത് അവനവൻ തന്നെ പറഞ്ഞ് സോൾവ് ചെയ്യുക. ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റണില്ലേ, വേറെ ആരോടെങ്കിലും പറഞ്ഞ്, എല്ലാരോടും പറയാനല്ല, സോൾവ് ചെയ്യാൻ പറ്റുന്ന ആളുകളോട് പറഞ്ഞ് പരിഹരിക്കണം. ഇത് നമ്മുടെ പിന്നെ ആരാധനകൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നതായത് കൊണ്ടാണ് ഈ വിഷയത്തെ നമ്മൾ ഇങ്ങനെ തന്നെ
കൈകാര്യം ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ താങ്കൾ എന്തിനാണ് ഈ ഷഅബാനിൽ ഇത്ര അധികം നോമ്പെടുക്കുന്നത്? കാരണം നമുക്ക് റമദാൻ വരാനുണ്ടല്ലോ, ഓൾറെഡി റമദാനിൽ നമ്മൾ 30 ദിവസം നോമ്പെടുക്കണം, പിന്നെ എന്തിനാണ് ഇപ്പൊ തന്നെ ആ നോമ്പെടുക്കുന്നത് വെച്ചപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുത്തത്? ദാലിക ശഹറുൽ യഗ്ഫലുൻ നാസ്. ആ മാസം എന്ന് പറഞ്ഞാല് ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന ഒരു മാസമാണ്. മാ ബൈന റജബ് വ റമദാൻ. റജബിനും റമദാനിനും ഇടയിലാണ് ഇത് വരുന്നത്, ഷഅബാൻ വരുന്നത് അല്ലേ? നമുക്കറിയാം റജബ് എന്ന് പറഞ്ഞാൽ പവിത്രമായ മാസമാണ്. അള്ളാഹു 4 മാസങ്ങളെ പവിത്രമാക്കിയതിൽ ഒന്നാണ് റജബ്. റമദാൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മളൊക്കെ മനസ്സിലുള്ളതാണ്. അതിനിടയിലുള്ള ഷഅബാൻ ജനങ്ങൾ അശ്രദ്ധയിലാകും. അങ്ങനെ അശ്രദ്ധയിലാവാനുള്ള മാസമല്ല. കാരണം എന്താ? ആകാശ ലോകത്ത് മലക്കുകൾ നല്ല തിരക്കിലാണ്. ഇപ്പോൾ നമ്മൾ പിന്നെ ബാങ്കിൽ മാർച്ച് 31 അവധിയായിരിക്കും ഇല്ലേ? എന്താ കാരണം? മാർച്ച് 31 അവരുടെ കണക്കെടുപ്പ് ദിവസമാണ്. അന്ന് നമുക്കാർക്കും ബാങ്കിൽ കടക്കാൻ പറ്റില്ല. ബാങ്കിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ വരും, അവര് ഷട്ടറൊക്കെ ഇട്ടിട്ട് അതിനകത്തിരുന്ന് അവരുടെ ഒരു വർഷത്തെ എല്ലാ കണക്കെടുപ്പുകളും പൂർത്തിയാക്കുകയാണ്. നല്ല തിരക്കാ. ബാങ്ക് ഉദ്യോഗസ്ഥരെ ഭാര്യമാരൊക്കെ പറയും, കുറച്ച് ദിവസമായിട്ട് മൂപ്പരോട് സംസാരിച്ചാൽ തന്നെ ദേഷ്യം വരും. ഈ ഇപ്പൊന്നും പറയലിന്റെ തലയിൽ ഇതൊന്നും കേറൂല. കാരണം ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? അതേമാതിരി മലക്കുകൾ അവിടെ ആകാശലോകത്ത് തിരക്കിലാണ്. എന്താ തിരക്ക്? നമ്മുടെ ഓരോരുത്തരുടെയും ഒരു വർഷത്തെ നന്മ തിന്മകൾ, നമ്മൾ സമ്പാദിച്ചു വെച്ച നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. അത് മാത്രല്ല, റമദാനിലേക്ക് വരുന്ന ആളുകള്, റമദാനിൽ നിന്ന് ലിസ്റ്റ് വെട്ടിയ ആളുകളുടെ ഒക്കെ ലിസ്റ്റ് തയ്യാറാക്കും. നമ്മൾ ആലോചിച്ച് നോക്കിയേ, എന്തുമാത്രം ജാഗ്രതയിലാണ് നമ്മൾ ഷഅബാനിൽ പ്രാർത്ഥിക്കേണ്ടത്. പടച്ചോനെ, കയ്യെത്തുന്ന ദൂരത്ത് റമദാൻ ഉണ്ടായിട്ട് ലിസ്റ്റ് വെട്ടിയോരിലാണോ എന്ന് ഇപ്പോഴും നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ അതുകൊണ്ട് ഷഅബാൻ അങ്ങനെ അശ്രദ്ധയിലാകാനുള്ള മാസമല്ല. ഷഅബാന് റസൂൽ പറയണ എൻ്റെ എല്ലാ അമലുകളും ഓഡിറ്റിങ്ങിന് നമ്മളെ വിധേയമാക്കി എൻ്റെ അമലുകളൊക്കെ അള്ളാഹുവിൻ്റെ സമക്ഷത്തിങ്കൽ സമർപ്പിക്കുമ്പോൾ ഞാൻ നോമ്പുകാരനായിട്ട് എൻ്റെ അമലുകൾ അവിടെ എത്തണം എന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഷഅബാനിൽ എന്ത് ചെയ്യുന്നത്? ഇത്രയേറെ നോമ്പുകൾ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഷഅബാൻ നമ്മളെ സംബന്ധിച്ച് അശ്രദ്ധയിലാവാനുള്ള മാസമല്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മള് ഇപ്പൊ തന്നെ എല്ലാം കറക്റ്റാക്കി വരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിന്റെ യുക്തി എന്തൊക്കെയാണ് എന്ന് നമുക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരിക്കലും അശ്രദ്ധയിലാകരുത്. എല്ലാ അമലുകളെയും ഇപ്പൊ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അത് ദിവസേന ചെയ്യുന്ന, പതിവായി ചെയ്യുന്ന അമലുകളാക്കി നമ്മുടെ ജീവിതത്തെ ഇപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കറക്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് വേണം റമദാനിലേക്ക് പോകാൻ എന്നത് നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം. അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാരണം പിന്നെ അള്ളാന്റെ മലക്കുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ഏത് അവസ്ഥയിലാണ്, റമദാനിലേക്ക് എത്തുന്നവരാണോ എത്താത്തവരാണോ ഒന്നും അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിന്റെ ആ ദിനരാത്രങ്ങളിലേക്ക് എത്തിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഒന്നാണ് പ്രാർത്ഥിച്ചു വെക്കണം. പിന്നെ ഒരു കാര്യം, നമ്മള് കുടുംബമാണല്ലോ അല്ലേ? നമ്മൾ കുടുംബമായിട്ടാണ് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന. ഇതുവരെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ റമദാനിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക. അപ്പൊ കുറച്ചുകൂടി കുടുംബങ്ങളൊരു പിന്നെ അടുപ്പം വരുന്ന ഒരു മാസം കൂടി ആയിരിക്കും റമദാൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ആണുങ്ങളൊക്കെ പള്ളിയിൽ പോകും, സ്ത്രീകളൊക്കെ പള്ളിയിൽ പോകാൻ പറ്റുന്നവരൊക്കെ പള്ളിയിൽ പോകും. എല്ലാത്തവരും എന്ത് ചെയ്യും?